തകർന്ന ഹൃദയത്തിൻ്റെ ആന്തരികാവസ്ഥ മുഖം മൂടികളില്ലാതെ അഭിനയങ്ങളില്ലാതെ ആയിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. സങ്കീർത്തനങ്ങൾ 51:10. ഇയ്യോബ് തന്റെ ദുഃഖം പരസ്യമായി പ്രകടിപ്പിച്ചു. അവൻ തന്റെ വസ്ത്രം കീറി, എങ്കിലും അവൻ ദൈവത്തെ ആരാധിച്ചു. മിനുക്കിയെടുത്ത വികാരങ്ങളല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് സത്യസന്ധമായ ഹൃദയങ്ങളെയാണ്. ആരാധന എന്നത് വേദനയെ നിഷേധിക്കലല്ല, മറിച്ച് അതിനെ ദൈവത്തിന് സമർപ്പിക്കലാണ്. നമ്മുടെ തകർച്ചകൾ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ അവൻ അതിനെ കരുത്താക്കി മാറ്റുന്നു. യഥാർത്ഥ ആരാധന എന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിനയമാണ്. നമ്മുടെ വേദനയെക്കുറിച്ച് സത്യസന്ധത പുലർത്തുന്നതോടൊപ്പം തന്നെ അവന്റെ നന്മയിൽ വിശ്വസിക്കുന്നതുമാണത്. വിള്ളലുള്ള ഒരു പാത്രം ഒഴുകുന്ന അരുവിക്ക് താഴെ ശ്രദ്ധയോടെ വെച്ചാൽ അതിൽ വെള്ളം നിറയ്ക്കാൻ സാധിക്കും. നിരന്തരമായ ആ ഒഴുക്ക് വിള്ളലുകളെ മറികടന്ന് അതിനെ നിറയ്ക്കുന്നു. അതുപോലെ നാം ദൈവസാന്നിധ്യത്തിൽ വസിക്കുമ്പോൾ അവന്റെ കൃപ നമ്മുടെ ഹൃദയത്തിലെ വിള്ളലുകളെ നിറയ്ക്കുന്നു. ഇന്ന് ചിന്തിക്കുക, ഞാൻ എൻ്റെ വേദന ദൈവത്തിൽ നിന്ന് ഒളിച്ചു വെക്കുകയാണോ അതോ അവന് സമർപ്പിക്കുകയാണോ? കർത്താവെ, എൻ്റെ തകർച്ചകളെ ഞാൻ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും എൻ്റെ ആത്മാവിനെ പുതുക്കുകയും ചെയ്യണമേ. സത്യസന്ധതയോടും വിശ്വാസത്തോടും കൂടെ അങ്ങയെ ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ.